ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമ്മൾ കുറച്ച് ഡൗൺ ആയി പോയായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ദാ ബൈക്കൊക്കെ എടുത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എങ്ങോട്ടേക്കാണ് ഈ തെണ്ടിത്തിരിയാൻ പോണേന്നല്ലേ കഥയുണ്ട് പറയാട്ടോ. അപ്പോൾ ഇത് ഫുള്ള് കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെന്താ, നമ്മൾ രാവിലെ വണ്ടിയൊക്കെ എടുത്ത് ഒരു ലോങ് ഡ്രൈവ് പോവാണ് കേട്ടോ. പോണത് എങ്ങോട്ടേക്കാണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ATM-ൽ കയറി ക്യാഷ് ആയിട്ട് കയ്യിൽ വെക്കുക. രണ്ടാമത് നമ്മുടെ വണ്ടിയിൽ പെട്രോൾ അടിക്കുക. ഇത് രണ്ടും നമ്മൾ ബേസിക് ആയിട്ട് എപ്പോഴും ചെയ്തതാണ്. എപ്പോഴാ പണി കിട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ രണ്ടും അതൊക്കെ ചെയ്ത് നമ്മൾ രണ്ടുപേരും കൂടി ദാ അങ്ങോട്ട് പോവാണ്. അങ്ങനെ രാവിലത്തെ ആ ഒരു മോർണിംഗ് റൈഡ് ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ ആരും പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോകണം. ഞാൻ കല്യാണം കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ ഇത്രയും തെണ്ടിത്തിരിയാൻ എവിടെയും പോകാറില്ല കേട്ടോ. കൂടുതലും എനിക്ക് ഹസ്ബൻഡിന്റെ കൂടെ തന്നെ പോകാനാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ നേരെ കയറി ചെല്ലണത്, ഈ പാലം ഏതാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, നമ്മുടെ നേര്യമംഗലം പാലം അല്ലേ. പാലം കഴിഞ്ഞ് നമ്മളൊരു ചായക്കടയിൽ പയ്യെ ഒന്ന് വണ്ടി ചവിട്ടി അങ്ങനെ ചൂടൻ ചായയും ഒരു പത്തിരി നിന്ന് അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ടപ്പ് ആക്കിട്ടോ. എന്തായാലും എന്തെങ്കിലും ഒന്ന് കഴിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വിഷയം. അങ്ങനെ ചായ കൂടി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി. ഞങ്ങൾ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞിരിക്കുന്നത്. വേഗം തന്നെ 5 രൂപയ്ക്ക് ഒരു ഫെവിക്വിക്ക് മേടിച്ച് വേഗം ഇൻഡിക്കേറ്റർ ഒട്ടിച്ചു കേട്ടോ. വേറെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ ഇൻഡിക്കേറ്റർ ഒടിച്ചത് രാവിലത്തെ സൺലൈറ്റ് ഒക്കെ കൊണ്ട് അങ്ങനെ പയ്യെ നമ്മൾ പോവാണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളൊരു വെള്ളച്ചാട്ടം കണ്ടു. ഏത് വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പക്ഷെ വെള്ളച്ചാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ബൈക്ക് സൈഡിൽ ഒതുക്കി നമ്മൾ വെള്ളച്ചാട്ടം കുറച്ചു നേരം കണ്ടു കേട്ടോ. വെള്ളം ഒരു രസമാണല്ലേ. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് പയ്യെ സൺലൈറ്റ് ഒക്കെ കൊണ്ട് ഞങ്ങൾ പയ്യെ പിന്നെയും നടന്ന് പാക്കപ്പായി. ഈ ടൂ വീലറിൽ പോകാനുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും എവിടെ വേണേലും നിർത്താലേ. അങ്ങനെ നമ്മുടെ വിശപ്പിന്റെ വിളി വന്നവരുടെ വേഗം തന്നെ ഒരു ഹോട്ടലിൽ കയറി നല്ല ചൂടൻ നെയ്റോസ്റ്റും നല്ല വടയും അടിപൊളി ഒരു ചായ അങ്ങോട്ട് പാസ്സാക്കിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ മൂന്നാർ എത്തിട്ടോ. മൂന്നാർ അടിപൊളി തണുപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിട്ട് കോട ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല, കാരണം എൻ്റെ ഫോൺ കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അടിപൊളിയായിട്ട് നമ്മൾ ആ ബൈക്കിൽ കാണുന്ന കുറച്ചൊക്കെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെന്നത് നമ്മുടെ എക്കോ പോയിന്റ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിട്ടത്. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത്. എന്തായാലും ഈ ഒരു ടൈമിൽ പോകാൻ അടിപൊളിയാണ്. അവിടെ ഒരുപാട് കപ്പിൾസും ഫാമിലീസും ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ഫോട്ടോസ് അവർ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫോട്ടോയ്ക്ക് 30 രൂപയാണ് കേട്ടോ. ഞങ്ങളും ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് അവർ എടുത്തു തരും കേട്ടോ. പിന്നെ എക്കോ പോയിന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അലറി വിളിക്കാനുള്ള കിട്ടിയ ഒരു ചാൻസ് നമ്മൾ മിസ്സാക്കരുതല്ലോ. അങ്ങനെ ഞാൻ ആ ചാൻസ് മിസ്സാക്കിയിട്ടൊന്നുമില്ല. നമ്മളും നമ്മുടേതായ രീതിയിൽ കുറച്ച് കുറുമ്പൊക്കെ കാണിച്ച് നടന്നു. എന്തായാലും എക്കോ പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പോയിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ പയ്യെ നമ്മൾ അവിടെ നിന്ന് പാക്കപ്പ് ആയിട്ടുണ്ട്. പാക്കപ്പ് ആയി കഴിഞ്ഞിട്ടുള്ള വഴികളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അടിപൊളിയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്തായാലും ഈ സമയത്ത് പോകണം. അടിപൊളിയാണ് കേട്ടോ. ബൈക്കിന് പോവുകയാണെങ്കിൽ അത്രയും നല്ലൊരു ട്രാവലിംഗ് മെമ്മറീസ് നമുക്ക് ഒരിക്കലും ഉണ്ടാവാനില്ല, പ്രത്യേകിച്ച് ഈ ഒരു കോടയൊക്കെ കിട്ടുന്ന സമയത്ത്. അപ്പം എന്തായാലും പോകണം കേട്ടോ, എല്ലാവരും പോകണം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ചെന്നത് വട്ടവടയാണ് കേട്ടോ. വട്ടവട ഭംഗി ഞാൻ പറയാണ്ട് തന്നെ കുറേ പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി നമ്പറും നമ്മുടെ പ്ലേസും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവിടെ 6 മണിക്ക് മുമ്പ് സ്റ്റേ ഇല്ലാത്തവർ റിട്ടേൺ ഇറങ്ങണം. സ്റ്റേ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ ഇറങ്ങിയാൽ മതി. പക്ഷെ നൈറ്റ് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വട്ടവടയിൽ നിന്നിട്ട് നമ്മൾ പാസ്സൊക്കെ മേടിച്ച് നമ്മൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ പോന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഫുഡ് മുഖ്യം ആണല്ലോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ ചോറും നല്ല കൊഴുവ വറുത്തതും സാമ്പാറും ഒക്കെ കൂട്ടി നല്ലൊരു ഊണ് അടിപൊളിയായിട്ട് കൂട്ടിട്ടോ. കാരണം ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്തായാലും വൈലൻ്റ് ആവും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു അസുഖമുള്ളത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വട്ടവടയിലേക്ക് പോണ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. അങ്ങനെ ബൈക്കിന് പോകുന്നവർ നല്ല റിസ്ക് ആണ്, പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ ട്രക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഈ വഴി എളുപ്പമാണ്. ഞങ്ങൾ ട്രക്കിങ്ങിനൊന്നും പോകാനുള്ള ടൈം നമുക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ബൈക്കിനൊക്കെ പോയി ഇത് എപ്പോഴും നമ്മൾ കോട ഇറങ്ങുന്ന ഒരു സംഭവം കണ്ടത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കോട ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടിട്ടോ. അങ്ങനെ കോടയൊക്കെ കണ്ട് ആ വഴി പയ്യെ ഞങ്ങളവിടെ നിന്ന് പോന്നു.
അങ്ങനെ നേരെ കയറി പോണത് നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ. ടോപ്പ് സ്റ്റേഷൻ വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴും ക്ലാസ്സിൽ നിന്ന് ഞാൻ ടൂർ പോയി എന്നുള്ളതിൻ്റെ ഓർമ്മയിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല. കയറി ചെല്ലുമ്പോൾ കുറേ കടകളുണ്ട്. അങ്ങനെ ആദ്യം തന്നെ കുറേ കടകളൊക്കെ കയറി തെണ്ടൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ കാണാൻ പോയത്. അങ്ങനെ മേളിൽ ചെന്നപ്പോൾ നല്ല കോടയുള്ള കാരണം നമ്മൾ കുറേ വ്യൂസൊക്കെ കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ ചെയ്തു. പിന്നെ കുറേ കടയൊക്കെ തിണ്ടി, പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ അതിൻ്റെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഞങ്ങൾക്ക് ഒരു അടിപൊളി വൈബൊക്കെ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്തോ എനിക്ക് കുറേ വീഡിയോസൊക്കെ എടുത്തു തന്ന കാരണം എനിക്ക് കുറച്ചൊക്കെ എന്നെ തന്നെ കാണാൻ പറ്റി. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. അങ്ങനെ എന്താ ഞാനാണ് ഈ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ കുട്ടിക്കുറുമ്പന്മാരൊക്കെ കണ്ടു. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് പോരാറായപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല തണുപ്പായി തുടങ്ങി. പിന്നെ ജാക്കറ്റ് ഇടാതെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതാ ജാക്കറ്റ് ഇടാനുള്ള മത്സരമാണ് ഈ കാണുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി മത്സരിച്ച് ജാക്കറ്റ് ഇട്ട് ഞാൻ എന്തായാലും രണ്ടാമതേ ഉള്ളൂ, കാരണം നമുക്ക് ഈ വലിയ വശമില്ലാത്തതുകൊണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാൻ ജാക്കറ്റ് ഇട്ട് അങ്ങനെ ടാറ്റാ ബബായി പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പയ്യെ പാക്കപ്പ് ആകാൻ പോലെയാണ് കാണുന്നത്. ആള് ജാക്കറ്റൊക്കെ ഇട്ട് എന്നെ മൈൻഡ് ചെയ്യാണ്ട് വേറെ ഏതോ വഴിക്ക് പോകാൻ തോന്നുന്നു, എന്തോ ഞാൻ കൂടെ വരാത്തത് പോലെ. അങ്ങനെ എന്തേ ഞാനും നിക്കട്ടെ എന്നൊക്കെ പറഞ്ഞതാ പോവാണ്. അങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോയി ബായ്. അങ്ങനെ ഇതാ പയ്യെ അവിടെ നിന്ന് ഞങ്ങൾ പാക്കപ്പായി തുടങ്ങി. നല്ല തണുപ്പായ കാരണം ജാക്കറ്റൊക്കെ ഇട്ട് ടൂ വീലറിൽ ഇങ്ങനെ ഇരുന്ന് പോവാൻ അത് വേറൊരു വൈബ് തന്നെയാണല്ലേ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യം കയറിയത് ഏതോ ഒരു കടയിലാണ്. അങ്ങനെ കയറി ഞങ്ങൾ എന്തായാലും പൊറോട്ടയും പെപ്പർ ചിക്കനും, അങ്ങനെ പൊറോട്ടയും പെപ്പർ ചിക്കനും തിന്ന് അന്നത്തെ ദിവസം അവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിലേക്ക്. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.